ശ്രീ ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവരെ സ്വാഗതം ചെയ്തുള്ളത്. ഞങ്ങളിപ്പോൾ യാത്ര ചെങ്കോട്ടയിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞങ്ങളൊരു യാത്ര നേരെ അച്ഛൻ കോവിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ കാട്ട് റോഡാണെന്ന് കേട്ടിട്ടുണ്ട്. അച്ഛൻ കോവിലേക്ക് പോകുന്നത് ഇത്ര റിസ്ക്കിയുള്ള റോഡാണ്. ഇപ്പം കണ്ടിട്ട് നല്ല റോഡാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകുന്ന വഴിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഫാമിലിയായിട്ടാണ് പോകുന്നത്. അവിടെ എന്തായാലും പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല റോഡാണെന്ന് തോന്നുന്നു. വഴിയിൽ ഹമ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടുന്ന് ഏകദേശം ചെങ്കോട്ടയിൽ നിന്ന് 41 കിലോമീറ്ററാണ് നമുക്ക് ഈ അച്ചൻകോവിലേക്ക് പോവേണ്ടത്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെയുള്ള കാഴ്ചകളൊക്കെ എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. പിന്നെ അവിടെ ഒരാളോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ 6 മണിക്ക് തിരിച്ചിറങ്ങണം. പിന്നെ കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് വിടില്ല. കാരണം എന്താ പറയുക, കാട് ഇതായതുകൊണ്ട്, ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് വാഹനങ്ങളൊക്കെ തിരിച്ച് വിടുന്നത് പാടാണ്. രാത്രി ആനിമൽസൊക്കെ ഇറങ്ങുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്ന കേട്ടു. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഇറങ്ങണം. ഞങ്ങളതുകൊണ്ട് ഇവിടുത്തെ 4 ആയോ അല്ലേ സമയം? 3:45. എന്തായാലും ഞങ്ങൾ 5 മണിക്കുമ്പോൾ നമ്മളവിടെ എത്തും. എന്നൊന്ന് ദർശനം കഴിഞ്ഞിട്ട് തിരിച്ച് ഉടനെ തന്നെ ഞങ്ങൾ തിരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും കുറേ കാലത്തെ ഒരാഗ്രഹമാണ്. അമ്പുള്ളതുകൊണ്ട് സൂക്ഷിച്ച് പോയില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ ഞങ്ങളുടെ യാത്രയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നമ്മൾ യാത്ര അങ്ങനെ അതാ പൊയ്ക്കൊണ്ടിരിക്കണം. നല്ല രസമുണ്ട്. റോഡൊക്കെ കാണാനും മുകളിൽ കുന്നും മലയൊക്കെ ഉണ്ട്. കണ്ടുപോകാനൊക്കെ നല്ല രസമുണ്ടത്. ഞങ്ങളീ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. അച്ചൻകോവിൽ ഞങ്ങൾ ചോദിച്ചപ്പോൾ അച്ചൻകോവിൽ വരെ ഇപ്പോൾ പോകുന്ന വഴിക്ക് നോർമലി കാടാണ്. അത് കഴിഞ്ഞാൽ തിക് ഫോറസ്റ്റിനകത്തൂടെയാണ്. ഏതാണ്ട് 40 കിലോമീറ്റർ വേണം നമുക്ക് വഴി പുനലൂർ എത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ട് രാത്രിക്ക് ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അവർ വിടില്ലെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഫോറസ്റ്റ് തന്നെയാണ്. പക്ഷേ ജനവാസമൊന്നുമില്ല, അവർ തട്ടുന്നില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ആൾക്കാരുണ്ട്. നമുക്ക് എൻജോയ് ചെയ്ത് പോകാനൊക്കെ പറ്റും. ഞങ്ങൾ ഫാമിലിയായിട്ടാണ് തിരിച്ചത്. അപ്പം പോകുന്ന വഴിക്ക് ആനിമൽസ് ഒന്നും ഇറങ്ങുന്ന കോളില്ല ഈ വഴിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞുവെങ്കിലും ഈ വഴിയിൽ ആനിമൽസ് ഒന്നും ഇറങ്ങുന്ന കോളില്ല. ആൾക്കാരൊക്കെ തന്നെ വന്നൊക്കെ വഴിയിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം വലിയ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. റോഡെല്ലാം കൊള്ളാം. നല്ല റോഡാണ്. സൂക്ഷിച്ച് കണ്ടൊക്കെ ഓടിക്കുക. നല്ല രസമുള്ള വ്യൂ പോയിൻ്റൊക്കെ ഉള്ള നല്ല രസമുണ്ട്. മുകളിലോട്ടൊക്കെ പാറയുടെ മണ്ണിലൊക്കെ മരങ്ങളൊക്കെ നിറഞ്ഞ് നിൽപ്പുണ്ട്. കാണാനൊരു ഐശ്വര്യമൊക്കെ ഉണ്ട്. ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ നിന്ന് വന്ന് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നിൽക്കുന്നു. കുറേ പേരൊക്കെ ഫാമിലിയൊക്കെ പോകുന്ന വഴിയിൽ നോമ്പും കാര്യങ്ങളൊക്കെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൈസയുടെ അളവനുസരിച്ച് വാങ്ങിച്ചൊക്കെ കഴിക്കാം. ഇനി അങ്ങോട്ടാണ് ഫോറസ്റ്റാണ് തോന്നുന്നു. ഫോറസ്റ്റ് ഏരിയയാണ്. നോക്കി പോകണം ഇതുവഴിയൊക്കെ. പിന്നെ ഇപ്പോഴത്തെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ശ്രീകലയാണ്. നന്നായിട്ടൊക്കെ എടുക്കണം കല. അവിടെ ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊരു കാനന ക്ഷേത്രമാണെന്ന് തോന്നുന്നു. 3 കോഴി കളിക്കുന്നുണ്ട്. മറിക്കോ കോഴികളെ. ബിരാനി അതും ധർമ്മശാസ്ത്ര തന്നെ ആയിരിക്കാം അവിടെയുള്ളത്. ശിവക്ഷേത്രമാണോ? ശാസ്താവ്. കൂടുതൽ ഈ റൂട്ടിൽ ഇത് തന്നെയാണ് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം. നമ്മൾ അച്ചൻകോവിലേക്കാണ് പോകുന്നത്. ഈ അച്ചൻകോവിൽ ഒരു പ്രത്യേകത ഉള്ളത് കേട്ടിട്ടുള്ളത്, വെളിയിലോട്ട് റോഡെത്തി അല്പം നമ്മൾ കാട്ടിനകത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. സൂക്ഷിച്ച് കണ്ടൊക്കെ പോകണമെന്നാണ്. നമ്മുടെ വരുന്ന വരക്കത്തിൽ നമുക്കവിടെ താഴെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ നമ്മുടെ ഡീറ്റെയിൽഡ് എഴുതി കൊടുത്തിട്ടാണ് നമുക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റുന്നത്. ഉണ്ട് എലിഫൻ്റ് ക്രോസിങ് സ്ഥലമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. എന്ത് പാടോ എന്നറിയില്ല. ആന വന്ന് ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. എല്ലാവരും വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ പോകുന്നത്. റോഡ് അല്പം പ്രശ്നമാണ്. നമ്മുടെ
തട്ടില്ല. തറയിൽ ഈ ചെറിയ ചെറിയ കുന്നുകളുണ്ടെങ്കിൽ വലുതായിട്ട് തട്ടില്ല. ജീപ്പിൻ്റെ അതേപോലെ പൊക്കമുള്ള വണ്ടിയാണ്. സാധാരണ നമ്മൾ ചെറിയ ടൈപ്പ് കാറുകളൊക്കെ ചെറുതൊക്കെ വണ്ടി. നമ്മൾ പോകുന്ന വഴിയാണ്. ഇനി ഇത് റിസ്കി ആയിട്ടുള്ള ഓട്ടമാണ്. അവിടെ ചെക്ക് പോസ്റ്റിൽ അകത്ത് ചെക്ക് പോസ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ റോഡിൽ ചിലപ്പം ആന അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആന ക്രോസിങ് ചെയ്യുന്ന സ്ഥലമാണെന്ന്. രണ്ടും കേട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഈ കുറച്ച് ദൂരമുണ്ട്, നമുക്കൊരു 10 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് ചെക്ക് പോസ്റ്റ് കയറി വരുമ്പോൾ. വരുന്നവരക്കത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളുടെയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും, ഞങ്ങളുടെയും ഭാഗ്യം പോലെ ഇരിക്കും ആനയെ കാണാൻ. ഈ സമയത്തൊക്കെ ആന ഇറങ്ങുമോ എന്നെനിക്കറിയില്ല. ഉണ്ടെങ്കിലും ചെറിയ കുട്ടിക്കൊമ്പന്മാരൊക്കെ വികൃതിത്തരമായിട്ട് ഇറങ്ങി വന്നാൽ വന്നുകൊണ്ട് പറയാം. എൻ്റെ ഒരാൾ എൻ്റെ തലയൊക്കെ വെളിയിട്ടുണ്ട് വരികയാണ് കാരണത്തിൽ നിന്ന്. അങ്ങോട്ടൊക്കെ വേറെ വേറെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നവർ. ഈ അച്ചൻകോവിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും റിവർ ക്രോസിങ് ഏരിയയാണ് ഇതെല്ലാം. ഇവിടെ പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും വരുന്നവരെ കണ്ടിട്ട് തോന്നില്ല ആനയൊന്നും ഇറങ്ങിയതായിട്ട് അവരിത് കാണുന്നില്ല. വളരെ നല്ല സന്തോഷവാനായിട്ട് പോകുന്നത്. തിക് ഫോറസ്റ്റ് ആണ് കേട്ടോ, അതുകൂടെ പറയാം. അയ്യപ്പസ്വാമി പണ്ട് ഇവിടെ വന്നിരുന്ന് സമ്മതിക്കണം. കാരണവാസനാണ് ആള്. വലിയ മൈലിയ തോന്നുന്നു. ഇത് കുംഭ ഉരുട്ടി ഡാം. അതാണ് ഇറങ്ങി വരുന്നത്. അടിപൊളി കാഴ്ച. ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ യാത്ര മുന്നോട്ടിരിക്കുക. പീലി വിടർത്താനുള്ള ഉദ്ദേശം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പീലി വിടർത്തും ചിലപ്പോൾ. കേട്ടോ ഇത്രയും നല്ല പവറിന് അടുത്ത് കിട്ടിയിട്ടില്ല കേട്ടോ. അതിന് അടുത്ത് കിട്ടുന്നത്. ഒരാളിപ്പുറത്തിരിപ്പുണ്ട്. എവിടെയുണ്ട് ഒരാൾ. അവർ ഇത് ആണും അല്ല, ഇത് പെണ്ണും മറ്റേതാണാണ്. നിങ്ങൾക്ക് അടുത്തുണ്ട് വരാനില്ല. എന്ത് വേണം? ആഹാരം കിട്ടും വിചാരിച്ചാൽ അടുത്ത് വന്നേട്ടാ. ആഹാരം കിട്ടും വിചാരിച്ചാൽ അടുത്ത് വന്നത്. രണ്ടും അടുത്ത് വന്ന് ഓടുന്നില്ല. സാധാരണ മയിൽ ഓടിക്കളയാണ് പതിവ്. ഞാൻ കയ്യിൽ കൊടുക്കാൻ പോണേ. അതെ കയ്യിൽ കൊടുക്കാൻ പോണം. ഓ പന്നിയും പോകുന്നുണ്ട്. സന്തോഷമായില്ലേ? രണ്ടുപേർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. മാമ്പഴം
ഇഷ്ടമല്ലാതാണ്. ഇങ്ങനെ അടുത്ത് വന്നിട്ട് എന്തായാലും ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകണോണ്ട് സമയമില്ല. തിരിച്ച് വരേണ്ടതാണ് രാത്രി. കെട്ടിക്കിടക്കേണ്ടത് നല്ല ഉൾവനമാണ്, നല്ല തിക്ക് ഫോറസ്റ്റാണ്. അതിൽ കൂടെയുള്ള യാത്രയാണ്. പോകുന്ന വഴിക്ക് ആനയെ കൊണ്ടാവുന്നതാണ്. അവിടെ എല്ലാ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഏത് വഴിയാണ് ഒരു ആന വന്ന് പെടുന്നതെന്ന് അറിയില്ല. പിന്നെ മ്ലാവുണ്ട് ഇവിടെ, കരിങ്കുഴങ്ങ് അങ്ങനെയുള്ള ജീവികളൊക്കെ ഇവിടെ ഉണ്ട്. കണ്ട് മൃഗങ്ങളൊക്കെ ഉള്ളതാണ്. എത്രത്തോളം നമുക്ക് ഭാഗ്യം ഉണ്ടാകും എന്നൊന്നും അറിയില്ല. പണ്ട് പറഞ്ഞ കേട്ടിട്ടുണ്ട്, ഒരു ആനിമൽ, ഏതെങ്കിലും ഒരു ജീവി നമ്മുടെ മുന്നിൽ പെട്ടെന്ന് പെട്ടാൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. ഇതെല്ലാം ആന ക്രോസിംഗ് ഏരിയയാണ്. തന്നെ ആനകളെ സൂക്ഷിക്കുക, ഹോൺ മുഴക്കരുത്. ആന വരുമ്പോഴേക്കും നമ്മളൊന്ന് ഹോൺ അടിക്കാനോ അങ്ങനെയൊന്നും പാടില്ലെന്നാണ് പ്രത്യേകം പറയുന്നത്. മിണ്ടാതിരുന്നാൽ മതി, അവരുടെ പാടിന് പൊയ്ക്കോളും. ചെറിയ ഈറ കമ്പോൾ കെട്ടി വെച്ചിട്ടുണ്ട് അവർ. എന്തിനാണെന്ന് അറിയില്ല. ആന ഇറങ്ങാൻ പറ്റുന്ന വഴികളാണ്. കറക്റ്റ് റെക്കോർഡിങ്ങിൽ ആ മൊബൈലിനെങ്ങാട്ടി വെയിറ്റ് കുറവാണ്. അവിടെ പോയിട്ട് തിരിച്ച് ഈ വഴി തന്നെയാണ് ഞങ്ങൾക്ക് വരേണ്ടത്. വരുമ്പോൾ കുറച്ച് ചിലപ്പോൾ ഇരുട്ടാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക വരിക എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അവർ. ഫോറസ്റ്റിലുള്ളവരൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. ആവശ്യമില്ലാതെ ഹോൺ മുഴക്കാൻ പാടില്ല. ആനയെ കാണുമ്പം നമ്മൾ എടുത്തു ചാടി ആനയെ റെക്കോർഡ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ചാടി ഇറങ്ങി കിടക്കരുത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ഇവിടെ എല്ലാം ക്രോസിംഗ് ഏരിയയാണ് കാണിക്കുന്നത്. ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ പേടിപ്പിക്കാനാണോ എന്നൊന്നും അറിയില്ല. ഇവിടെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കുമ്പുരുട്ടി വെള്ളച്ചാട്ടം, കുമ്പ ഉരുട്ടി ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെ വെള്ളച്ചാട്ടമുണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടം. പിന്നെ കാണാൻ നല്ല രസമുള്ളൊരു കാഴ്ച. അതിൻ്റെ മുകളിൽ 2 മൈൽ വന്നിരിപ്പുണ്ട്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. എൻ്റെ അടിപൊളി മയിൽ ഇതോടെ ഇരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് 2 മൈലുണ്ട്. ഇതൊരു കുമ്പരുട്ടി ഇത് വാട്ടർഫാൾസാണിത്. ഇറങ്ങാനൊന്നും പറ്റില്ലെന്ന് തോന്നും ഇപ്പോൾ ഇവിടെ. 2 അടിപൊളി മയിൽ. പീലി വിടർത്തുന്നു. അവർ കാട്ടിലോട്ട് കയറി പോവുകയാണ് അവർ. നമ്മൾ ഇത് കുമ്പ ഉരുട്ടി ഡാം. അതാണ് ഇറങ്ങി വരാനല്ലേ അടിപൊളി കാഴ്ച.
ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ യാത്ര മുന്നോട്ട് തിരിക്കുക. പീലി വിടർത്താൻ ഉദ്ദേശം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഹായ് സുന്ദരി. പീലി വിടർത്തും പീലി വിടർത്തും. ഇത്രയും നമുക്ക് നല്ല പവറിന് അടുത്ത് കിട്ടിയിട്ടില്ല കേട്ടോ മയിലിനെ. അതേരാണ് അടുത്ത് കിട്ടുന്നത്. ഒരാൾ ഇപ്പുറത്തിരിപ്പുണ്ട്, എവിടെയുണ്ട് ഒരാൾ. അവർ ഇത് ആണും അല്ല, ഇത് പെണ്ണും മറ്റത് ആണുമാണ് കേട്ടോ. ഇത് ഇങ്ങോട്ട് അടുത്തുണ്ട് വരാൻ കേട്ടോ. എന്ത് വേണം പറഞ്ഞ് മാങ്ങെടുത്ത് തോന്നിയത് ബാ മാങ്ങ ബാ മാങ്ങ കാണിച്ചപ്പോൾ അടുത്തോട്ട് വരുന്നുണ്ട്. ആഹാരം കിട്ടുമെന്ന് വിചാരിച്ചാൽ അടുത്ത് വന്നേട്ടാ. ആഹാരം കിട്ടുമെന്ന് വിചാരിച്ചാൽ അടുത്ത് വന്നത്. രണ്ടുപേരും അടുത്ത് വന്ന് ഓടുന്നില്ല. സാധാരണ മയിൽ ഓടിക്കളയാണ് പതിവ്. ഇതാ കയ്യിൽ കൊടുക്കാൻ പോണം. ഓ പന്നിയും പോകുന്നുണ്ട്. സന്തോഷമായില്ലേ? രണ്ടുപേർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. മാമ്പഴം ഇഷ്ടമല്ലാത്ത ആളാണ്. ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഇനി എന്തായാലും ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകണമുണ്ട്. സമയമില്ല, തിരിച്ച് വരേണ്ടതാണ് രാത്രി. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അയ്യോ ചക്കിക്കാണ് പോലീസാണ്. നമ്മൾ വരുമ്പോൾ നല്ല കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത്, റോഡ് ക്രോസ് ചെയ്ത്. ഇറങ്ങി നിൽക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കൈയും കാലം കഴിയിട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് വരുന്ന വഴിയിൽ ആനകളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ആനകളുടെ ഫോട്ടോസ് ആവശ്യം വരുന്നുണ്ട്. ആനകളിൽ ഉണ്ടാകുന്നതാണ് അവർ പറയുന്നത്. എങ്കിലും മയിൽ കണ്ടു. അവർ അടുത്ത് വരുന്നുണ്ട്. ദൂരെ നിന്ന് ഓടിപ്പോകുന്ന മയിലല്ല, അവർ അടുത്ത് വന്നു. തൊട്ടടുത്ത് തന്നെ വന്നിട്ട് പോയി. നല്ല രസമുള്ള കാഴ്ചയായിരുന്നു. അടുത്തിനി വെള്ളം ഒഴുകി വരുന്ന ഒരു ഇതാണ് തോന്നുന്നത്. അടുത്തല്ല, ഇല്ല അതൊരു പുഴയാണ് ചെറിയ. എനിക്കൊന്ന് റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഇതാണ് തോന്നുന്നത്. വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽപ്പുണ്ട്. അല്ലാതെ വന്ന് അല്ല ജീവികൾ വല്ലതും വരുമോ എന്നറിയില്ല. അല്ല ആനിമൽസോ അല്ല ആനയോ പുലിയോ ഒക്കെ ഇറങ്ങി വന്നാൽ പോയി. കാര്യങ്ങൾ അവർ തന്നെ നോക്കിക്കോളും. സൂക്ഷിച്ച് കണ്ടൊക്കെ പോയാൽ വരുന്നവർക്കേറെ കൊള്ളാം. ഇവിടെ നിന്ന് കുളിക്കുന്നില്ല. കേൾക്കുന്നുണ്ട്. കോവില് എത്താറായി എന്ന് തോന്നുന്നു. കുറച്ച് മുമ്പ് താഴെ വന്നപ്പോൾ കേട്ടതാണ്. എന്നാലും ആനകൾ നമ്മളെ പറ്റിച്ച കോളാണ്. ഇപ്പം പോട്ട് കുഴപ്പമില്ല. ഇടയ്ക്ക് ആനകളുടെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നതാണ്. അതെവിടെ ആനക്കുളം, മൂന്നാർ ആനച്ചാൽ ആനക്കുളം. അവിടെ പോയി അവിടുത്തെ വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ആന കിട്ടിയില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. ഞങ്ങളങ്ങനെ കാട്ടിലൂടെ സഞ്ചരിച്ച് അച്ഛൻ കോവിൽ എത്തി. ഇവിടുത്തെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയെന്ന് അറിയില്ല. ക്ഷേത്രത്തിനകത്തൊക്കെ കയറാൻ പറ്റുമോ? അകത്ത് കയറാൻ പറ്റും. വീഡിയോ കവറേജൊക്കെ പാടായിരിക്കും. സ്വാമിയേ ശരണമയ്യപ്പ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അച്ഛൻ കോവിലാണ്. തത്വമസി ശ്രീധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രമാണ്. കാനനത്തിൽ കാടിനുള്ളിലുള്ള ഒരു ക്ഷേത്രമാണ് അച്ഛൻ കോവിൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു പഴയ ഒരു കഥ എനിക്കറിയാമെന്നുള്ളത് കേട്ടിട്ടുള്ളത്. ക്ഷേത്രത്തിൽ പാമ്പ് കടിയേറ്റ് വരുന്ന ആ രോഗിക്ക് ഇവിടെ വന്ന് ഭഗവാന്റെ എനിക്കിപ്പം കിട്ടിയതാണത്. നല്ലൊരു പാമ്പ് കടിയല്ല, എനിക്ക് അവിടെ നിന്ന് ഭഗവാന്റെ അവിടെ നിന്ന് പ്രസാദം കിട്ടി. അത് ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടുത്തെ പോറ്റിയാണ് എനിക്ക് പറഞ്ഞത്. മേൽശാന്തി പറഞ്ഞതെന്ന് വെച്ചാൽ ഭഗവാന്റെ കയ്യിനുള്ളിലിരിക്കുന്ന പ്രസാദം അത് നമുക്കെടുത്ത് തീർത്ഥം കൂടെ ചേർത്താണ് നമ്മളിത് സേവിക്കുന്നത്.
അത് കഴിഞ്ഞാൽ നമ്മൾ ഈ പാമ്പ് കടിയേറ്റ് പറഞ്ഞവർക്ക് 24 മണിക്കൂർ കഴിഞ്ഞ് അവർ പൂർണ്ണമായിട്ടും അസുഖം മാറിയാണ് ഇവിടെ നിന്ന് പുറത്ത് പോകുന്നത്. അങ്ങനെ ഇവിടുത്തെ ഐതിഹ്യം പണ്ട് പോലെ നടക്കുന്നതാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ളവരാണ്. കരമനയാണ് അവരുടെ നെറ്റ് ഇപ്പം പ്ലേസ്. ഇപ്പം അവർ ചെന്നൈയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ ഒരു ട്രെയിനിൽ വന്ന് അവിടെ തിരുനെൽവേലിയിൽ നിന്ന് വേറെ വണ്ടി എടുത്താണ് ഇവിടെ വന്നത്. ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. കാടിന് മധ്യത്തിലാണ് ഈ ക്ഷേത്രം വരുന്നത്. ഇവിടെ കുറച്ച് പേരൊക്കെ ഇവിടെ ആൾക്കാർക്ക് താമസിക്കുന്നുണ്ട്. ശംഖുവിൽ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ അവരൊക്കെ കുറേയൊക്കെ പറഞ്ഞു തന്നു. അല്ലേ, കാനനത്തിൻ്റെ നടുവിലാണ് അച്ഛൻ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടുത്തെ ദർശനം കഴിഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഞാനും എൻ്റെ ഭാര്യ കലയും എൻ്റെ മകളും കൂടെയാണ്. ദേവസ്വത്തിൻ്റെ കീഴിലുള്ളത് തന്നെയാണ് ക്ഷേത്രം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രം. ഞങ്ങളിനി ദർശനം കഴിഞ്ഞു. തിരിച്ച് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. ഏറ്റവും നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു. ഞങ്ങളിനി കാട്ടിലൂടെ തന്നെയാണ് അടുത്ത യാത്ര. ഞങ്ങളവിടെ തിരിച്ചു. ചെക്കിങ്ങാണ് പോലീസ്. നമ്മൾ വരുമ്പോൾ നല്ല കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു പരിപാടി, വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത്, റോഡ് ക്രോസ് ചെയ്ത്. ഇറങ്ങി നിൽക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കൈ കാലം കഴിയിട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് വരുന്ന വഴിയിൽ ആനകളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ആനകളുടെ ഫോട്ടോസ് ആവശ്യം വരുന്നുണ്ട്. ആനകളിൽ ഉണ്ടാകുന്നതാണ് അവർ പറയുന്നത്. എങ്കിലും മയിൽ കണ്ടു. അവർ അടുത്ത് വരുന്നുണ്ട്. ദൂരെ നിന്ന് ഓടിപ്പോകുന്ന മയിലല്ല, അവർ അടുത്ത് വന്നു. തൊട്ടടുത്ത് തന്നെ വന്നിട്ട് പോയി. നല്ല രസമുള്ള കാഴ്ചയായിരുന്നു. അടുത്തിനി വെള്ളം ഒഴുകി വരുന്ന ഒരു ഇതാണ് തോന്നുന്നത്. അടുത്തുണ്ട്. ഇല്ല, അതൊരു പുഴയാണ് ചെറിയ. എനിക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഇതാണ് തോന്നുന്നത്. വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽപ്പുണ്ട്. അല്ലാതെ വന്ന് ജീവികൾ വല്ലതും വരുമോ എന്ന് അറിയില്ല. അല്ല ആനിമൽസോ അല്ല ആനയോ പുലിയോ ഒക്കെ ഇറങ്ങി വന്നാൽ പോയി. കാര്യങ്ങൾ അവർ തന്നെ നോക്കിക്കോളും. സൂക്ഷിച്ച് കണ്ടൊക്കെ പോയാൽ വരുന്നവർക്കേറെ കൊള്ളാം. ഇവിടെ നിന്ന് കുളിക്കുന്നില്ല. പാട്ട് കേൾക്കുന്നുണ്ട്. കോവില് എത്താറായി എന്ന് തോന്നുന്നു. കുറച്ച് മുമ്പ് താഴെ വന്നപ്പോൾ കേട്ടതാണ്. എന്നാലും ആനകൾ നമ്മളെ പറ്റിച്ച കോളാണ്. ഇപ്പോൾ പോട്ട് കുഴപ്പമില്ല. ഇടയ്ക്ക് ആനകളുടെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നതാണ്. അതെവിടെ ആനക്കുളം, മൂന്നാറ് ആനച്ചാൽ ആനക്കുളം, അവിടെ പോയി അവിടുത്തെ വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ആന കിട്ടിയില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. ഇങ്ങനെ ഞങ്ങൾ തിരിച്ചു ഒരു പുഴയിലൊക്കെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് നീരാടി. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ്. കാടിനുള്ളിലാണിത്. പക്ഷേ ഇപ്പം വന്നപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പ്രതീക്ഷകളൊക്കെ തെറ്റി. ഇവിടുത്തെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസാണ് തോന്നുന്നത്. അതെ ഫോറസ്റ്റ് സ്റ്റേഷനാണത്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി.
മാനല്ല, മ്ലാവാണ്, മ്ലാവ്. ദൂരെ നിന്ന് കാഴ്ചയിൽ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയി. ഇവിടെ ഉണ്ട് ഒരു മ്ലാവിൻ്റെ കാഴ്ചയാണ്. ഈ സൈഡിലുണ്ട് കേട്ടോ. ജസ്റ്റ് കാണാനേ പറ്റുള്ളൂ, ഇരുട്ടായതുകൊണ്ട്. ഇവിടെ നിൽപ്പുണ്ട് ഒരാൾ. പോയാ വെള്ളം കുടിക്കാൻ എന്ത് ഇറങ്ങുന്നതാണ്. കണ്ണ് കാണുന്നതാണ്, ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ നിൽക്കാൻ പറ്റില്ല, രാത്രിയായി. ഞങ്ങളാണ് പതുക്കെ. ദൈവമേ, അത് ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്ന. ഞങ്ങൾ ചെങ്കോല് പോയിട്ട് തിരിച്ച് വരുന്ന വഴിയിലുള്ള കാഴ്ചകളാണ്. നമുക്ക് 2 മ്ലാവ് വന്നിരുന്നു. മ്ലാവ് നമുക്ക് ശകലം, ഒരു മ്ലാവ് മാത്രം കിട്ടി. രണ്ടാമത്തെ മ്ലാവ് ഇറങ്ങി വന്നപ്പം മൊബൈൽ ഓഫായിപ്പോയി പെട്ടെന്ന്. ബാക്കി എടുക്കാൻ പറ്റിയില്ല. ഇനി പോകുന്ന വഴിയിൽ എന്തെങ്കിലും വന്ന് ചാടുമോ എന്നറിയില്ല. എന്തായാലും ഓഫായ റോഡ് കൊള്ളില്ലായിരുന്നു, ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് കയ്യിൽ നിന്ന് ചാടിപ്പോയി മൊബൈൽ. ശരിയാക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഇതിൽ വല്ലതും കാണുമായിരിക്കും. ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കാണാം, ഞങ്ങൾക്കും കാണാം. കണ്ടില്ലേ, നല്ല ഇരുട്ടായി തുടങ്ങി. ഇനിയിപ്പോൾ അപ്പുറത്ത് വരെ എത്തി റെസ്ക്യൂ ഓട്ടമാണ്. രാത്രിയല്ലേ, നമ്മൾ ശകലം ഇരുട്ടി. ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആവാറായി. ഇനി ഓടി അപ്പുറത്ത് റോഡ് ഇടയ്ക്കിടയ്ക്ക് എത്തി. പ്രശ്നമുണ്ട് റോഡ്. രാത്രിയൊക്കെ വെള്ളം കുടിക്കാനായിട്ട് താഴെ ഒരു അരുവിയുണ്ട്, കാട്ടിന് ഉള്ളിലുള്ളൊരു അരുവി. അതിനകത്തേക്കാണ് ഇറങ്ങി പോകുന്നത്. ഈ ആനയോ അങ്ങനെ വല്ലതും വന്ന് കയറിയാൽ രാത്രി മുഴുവൻ ഇവിടെ കാത്തു കിടക്കുകയാണ് കിടക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വെക്കുന്ന വണ്ടികളൊന്നും ഇല്ല വേറെ. വരുന്നുണ്ട്, ശരിക്കും വണ്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ വരുന്ന ഇതിലൊക്കെ കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളും പോകുന്നത്. എല്ലാവരും വിശ്വാസത്തിലുള്ള ഓട്ടമാണ് ഞങ്ങൾക്ക് ഇതെല്ലാം. ഞങ്ങൾ കുടുംബസമേതമാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഞാനും ശ്രീകല, അനഘ, ഞങ്ങൾ 3 പേരും ആണ് യാത്രയിലുള്ളത്. നോക്കാം, പോകുന്ന വഴിക്ക് വല്ലതും സൈഡ് സീനായിട്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും കാണാം. കാറിലൊക്കെ ഇരുന്ന് എടുക്കുമ്പോൾ പരിമിതികളൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? നമുക്ക് ചാടി വരുന്ന പെട്ടെന്ന് എടുക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ രീതിയിലൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. നോക്കി കൊണ്ടൊക്കെ ചെയ്തില്ലെങ്കിൽ വെറുതെ ഒരു പണിയാവും. നിർത്തിയിട്ടൊന്നും റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റില്ല. കാടല്ലേ, ഫുൾ തിക്ക് ഫോറസ്റ്റാണിത്. അപ്പോൾ നമ്മൾ ഓടി നമുക്ക് മറുകരയിലെത്തണം. അതിനുള്ള ഓട്ടത്തിലാണ് ഞങ്ങൾ. ഇങ്ങനെ ഓവർ സ്പീഡിന് പോകാനൊന്നും പറ്റില്ല. സൈഡിലൊക്കെ നല്ല പൊക്ക പോലെ കിടപ്പുണ്ട്, സൈഡിലോട്ടൊക്കെ കുഴിയൊക്കെ ഉണ്ട്. നോക്കിയും കണ്ടൊക്കെ പോയില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് വരും. ഒരു പാമ്പ് റോഡിൽ കൂടെ താഴോട്ട് പാമ്പ് ഇറങ്ങിപ്പോയി. എന്ത് പാമ്പാണെന്നറിയില്ല. എൻ്റെ കുറച്ച് ഭാഗം കണ്ടു ഞാൻ. റോഡും കൂടെയൊക്കെ വന്നിട്ട് ആരുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങ് ഓടിപ്പറ്റും.